അസ്സലാമലൈക്കും. ഹലോ മുത്തുമണികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചിക്കൻ കറി വെക്കുന്ന മാതിരി തന്നെ നമുക്ക് വെള്ളരിക്ക കറിയും കൂടി വെക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ പാതി കഷ്ണം വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നല്ല ചെറുങ്ങനായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ടൊരു ചട്ടിയൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളരിക്ക ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വേണമെന്നില്ല കേട്ടോ. അത് നന്നായിട്ട് പതിച്ച് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് പുളീൻ്റെ വെള്ളം കൂടി പീഞ്ഞ് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ തേങ്ങ അരച്ചാണല്ലോ വെക്കുന്നത്. അപ്പോൾ തേങ്ങ അരക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി പറഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അപ്പത്തൊരു ചട്ടി വെക്കുക. ആവശ്യത്തിന് എണ്ണ പറഞ്ഞു നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടാകുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പച്ചമണം മറന്നവരെ വയറ്റിയിടുക. എന്നിട്ട് നമ്മളെ വെള്ളരിക്കയിൽ ഒഴിച്ചെടുക്കുക. സംഗതി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു എല്ലാവർക്കും ലവ് യു.